പരിശുദ്ധൻ മഹോന്നത ദൈവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹ പരിശുദ്ധൻ മഹോന്നത ദൈവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹ ആരാധന 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 ഇരു കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ദൈവമേ, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ആരാധന അർപ്പിക്കുന്നു, ആരാധനകൾ അർപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന്, സർവരും ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ. കരങ്ങൾ കൂപ്പിക്കൊണ്ട് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പൂർണ്ണമായും സമർപ്പിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ആത്മജ്വാല ശുശ്രൂഷയിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവരുന്നത് വചനം ശ്രവിച്ച് ദിവ്യകാരുണ്യമായ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. വചനമാകുന്ന ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് തിരുവോസ്തിരൂപനായി എഴുന്നള്ളി വരുന്ന കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമുക്കെല്ലാവർക്കും ഈശോ അവസരവും അനുഗ്രഹവും നൽകിയാണ്. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൈവവചന ഭാഗം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 23 അധ്യായത്തിലെ 32 മുതലുള്ള തിരുവചനങ്ങളാണ്. അതിപ്രകാരമാണ്: കുറ്റവാളികളായ മറ്റ് 2 പേരെ കൂടെ അവനോടൊപ്പം വധിക്കുവാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ യേശുവിനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവൻ്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും ക്രൂശിച്ചു. പ്രിയമുള്ളവരെ, കുരിശിലേക്ക് നോക്കുമ്പോൾ
കാൽവരിയിലേക്ക് നോക്കുമ്പോൾ നമ്മളൊക്കെ കാണുന്നത് കുരിശിൽ കിടക്കുന്ന 3 മനുഷ്യരെയാണ്. 3 പേര് ഇതാ കുരിശിൽ കിടക്കുന്നു. 3 പേർക്കും ലഭിച്ചിരിക്കുന്നത് ഒരേ ശിക്ഷ, വധശിക്ഷയാണ്. ഇനി എന്താണ് 3 പേരുടെയും പ്രത്യേകത? ഒരാൾ തൻ്റെ പാപത്തിൽ മരിച്ചു, രണ്ടാമത്തെ ആൾ തൻ്റെ പാപത്തിന് മരിക്കുന്നു, മൂന്നാമത്തെ ആൾ പാപികൾക്ക് വേണ്ടി മരിക്കുന്നു. ഇതാണ് കാൽവരിയിലെ കുരിശുകളിൽ കാണുന്ന 3 മനുഷ്യരുടെ പ്രത്യേകത. ഒന്നാമത്തെ ആൾ തൻ്റെ പാപത്തിൽ മരിക്കുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് മുങ്ങി മരിച്ചു എന്നൊക്കെ. പാപത്തിന് മരിക്കുന്നു. അയാളുടെ പാപത്തിൽ മരിച്ചു. അത് കർത്താവ് യേശു മിശിഹായുടെ ഇടതുവശത്ത് കിടക്കുന്ന ആ മനുഷ്യൻ അയാളുടെ പാപത്തിൽ മരിച്ചു. എന്തേ അങ്ങനെ മരിക്കാൻ ഇടയായത്? ഈശോ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ആ കള്ളനും എന്ന് പറയപ്പെടുന്ന ആ മനുഷ്യൻ ജീവിച്ചിരുന്നത്. അങ്ങനെ ആ മനുഷ്യൻ കർത്താവ് യേശു മിശിഹ ജീവിച്ച കാലത്ത് ജീവിച്ചതുകൊണ്ട് ഈശോയെക്കുറിച്ച് ഒത്തിരിയേറെ കേട്ടിട്ടുണ്ട്. മറ്റുള്ളവർ, കൂട്ടത്തുള്ളവരൊക്കെ പറയും, ഇതാ നമ്മുടെ നാട്ടിൽ യേശു എന്നൊരു മനുഷ്യൻ അത്യത്ഭുതങ്ങൾ ചെയ്യുന്നു, പാപികളൊക്കെ അയാളുടെ അടുത്തേക്ക് ഓടിക്കൂടുന്നുണ്ട്, യേശുവിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അവരൊക്കെ മാനസാന്തരപ്പെടുന്നു, അനുതപിക്കുന്നു, ഞങ്ങളും ഈശോയുടെ അടുത്തുനിന്ന് പോവുകയാണ്, കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ ഇതൊക്കെ ഒത്തിരിയേറെ ഇങ്ങനെ ഈ കള്ളനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരൊക്കെ. എന്നിട്ട് പറയും, നീ പോരുന്നുണ്ടോ? അയാൾ പറയും, ഓ ഇപ്പം എനിക്ക് നേരമില്ല, എനിക്ക് ഒത്തിരിയേറെ പണിയുണ്ട്, ജോലികളുണ്ട്, അതുകൊണ്ട് ഇപ്പം സമയമില്ല. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ 3 വർഷം യേശുവിൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിലെ 3 വർഷം യേശുവിനെക്കുറിച്ച് കേട്ടിട്ട് കൂട്ടത്തിലുള്ളവർ പറഞ്ഞു കൊടുത്തിട്ട് ആ മനുഷ്യൻ കർത്താവിനെ ഒന്ന് കാണാനോ യേശുവിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാനോ അടുത്തേക്കൊന്ന് ചെല്ലാനോ മനസ്സ് കാണിച്ചില്ല. അതാണ് ഇടതുവശത്ത് കിടക്കുന്ന ആ കള്ളൻ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? അയാളുടെ പാപത്തിൽ മരിച്ചു. ഇതാണ് കാൽവരിയിലെ കുരിശുകളിൽ കാണുന്ന ഒന്നാമത്തെ മനുഷ്യൻ. പാപത്തിൽ മരിക്കുന്നു. ഇങ്ങനെ കർത്താവിനെ അടുത്ത് കിട്ടിയിട്ടും സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാനോ കർത്താവിൻ്റെ അടുത്തേക്ക് വരാനോ യേശുവിനെ രാജാവായി സ്വീകരിക്കാനോ തയ്യാറാകാതിരുന്ന ധാരാളം ആളുകളുണ്ട്. ഹെറോദേസ് കർത്താവിനെ തൊട്ടടുത്ത് കിട്ടിയതാണ്, എന്നാൽ യേശുവിനെ കൊല്ലാനാണ് ആ മനുഷ്യൻ നോക്കിയത്, കർത്താവിനെ സ്വന്തം രാജാവായി സ്വീകരിക്കാനല്ല. പിന്നെ ആരാ? കർത്താവ് യേശു മിശിഹായുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പത്രോസ്, ചെവി ഛേദിച്ച ആ പടയാളി. ആ മനുഷ്യൻ്റെ ചെവി പൂർവ്വസ്ഥിതിയിലാക്കി കൊടുത്തപ്പോഴെങ്കിലും അയാൾക്ക് യേശുവിനെ തിരിച്ചറിയണമായിരുന്നു ഇത് ലോകരക്ഷകനാണ് എന്ന്. മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ നോക്കുമ്പം ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് എല്ലാ പടയാളികളും ഒത്തിരിയേറെ ആളുകൾ വന്നു. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു ചോദിച്ചപ്പോൾ അവരൊക്കെ മറിഞ്ഞു വീണു. അവിടെ കർത്താവിനെ തിരിച്ചറിയാൻ പറ്റിയ അവസരമായിരുന്നു. പക്ഷേ അവരും യേശുവിനെ സ്വീകരിച്ചില്ല. എല്ലാവരും ആ കള്ളനോടൊപ്പം ചേർന്നപോലെ കർത്താവിനെ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ, വേണ്ടെന്ന് വെച്ചതിൻ്റെ പേരിൽ അവരോരോരുത്തരും ഈ മനുഷ്യനെപ്പോലെ അവരുടെ പാപത്തിൽ മരിച്ചു. ഇതാണ് കാൽവരിയിലെ കുരിശിൽ കാണുന്ന ഒന്നാമത്തെ മനുഷ്യൻ. ഇനി രണ്ടാമത്തെ മനുഷ്യനോ? യേശുവിൻ്റെ വലതുവശത്ത് കിടക്കുന്ന കള്ളൻ. അയാൾ പാപത്തിന് മരിക്കുന്നു. എന്താണ് പാപത്തിന് മരിക്കുന്നു എന്ന് പറഞ്ഞാലെന്നോ? റോമൻ നിയമം അനുസരിച്ച് ഇങ്ങനെ വലിയ തെറ്റ് ചെയ്ത് വലിയ ഇങ്ങനെ കളവുകളൊക്കെ നടത്തി പിടിക്കപ്പെടുന്ന വ്യക്തിക്ക് വധശിക്ഷ കൊടുക്കും. അതാണ് ആ കള്ളന് ലഭിച്ച വധശിക്ഷ, കുരിശിൽ കിടന്നുകൊണ്ടുള്ള മരണം. അയാൾ ചെയ്ത തെറ്റിന് ലോകത്തിൻ്റെ നിയമം അനുസരിച്ചുള്ള ശിക്ഷ ആ മനുഷ്യന് ലഭിച്ചു. അതാണ് പാപത്തിന് മരിക്കുന്നു എന്ന് പറഞ്ഞാൽ. എന്നാൽ ആത്മീയമായിട്ട് ആ മനുഷ്യൻ മരിച്ചില്ല. എന്താ പറ്റുന്നത്? കുരിശിൽ യേശുവിൻ്റെ അടുത്ത് കിടന്നപ്പോൾ അയാൾ യേശുവിനെ തിരിച്ചറിഞ്ഞു.
ഇനി തിരിച്ചറിഞ്ഞ സന്ദർഭം പ്രിയപ്പെട്ടവരെ അങ്ങേയറ്റം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ്. ഇതാ പൂർണ്ണമായും പരാജയപ്പെട്ട് കുരിശിൽ ഒരു മനുഷ്യൻ കിടക്കുന്നു. ശരീരം സകലം മുറിവുകളേറ്റും തലയിൽ മുൾമുടി വയ്ക്കപ്പെട്ടും ഉള്ള ഒരു മനുഷ്യൻ. സകലമാന പടയാളികളും കുരിശിൻ്റെ താഴെയുണ്ട്. പുരോഹിത പ്രമുഖന്മാരുണ്ട്, അധികാരികളുണ്ട്, സകലരുമുണ്ട്. എല്ലാവരും കുരിശിൽ കിടക്കുന്ന യേശു എന്ന ആ മനുഷ്യനെ കളിയാക്കുന്നു, പരിഹസിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. കുറച്ച് സ്ത്രീകൾ കുരിശിൽ നിന്ന് അല്പം അകലെ മാറി അങ്ങേയറ്റം സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പരാജയപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനിൽ ലോകരക്ഷകനെ, തൻ്റെ രക്ഷകനെ കാണാനായിട്ട് ഈ രണ്ടാമത്തെ കള്ളന് സാധിച്ചു, നല്ല കള്ളന് സാധിച്ചു. അതാണ് പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യനെ നമ്മളൊക്കെ ഇന്ന് നല്ല കള്ളൻ എന്നൊക്കെ വിളിക്കാൻ കാരണം. എല്ലാ തരത്തിലും പരാജിതനായി തൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ ലോകരക്ഷകനാണെന്നും എൻ്റെ രക്ഷകനാണെന്നും തിരിച്ചറിയാനായിട്ട് ഈ കള്ളന് സാധിച്ചു. ഇത് എന്നോടും നമ്മളോടും ഒക്കെ ചോദിക്കുന്ന വലിയൊരു ചോദ്യമല്ലേ? നമുക്ക് എപ്പോഴാണ് കർത്താവ് യേശു മിശിഹായെ നമ്മുടെ രക്ഷകനായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത്? ആ മനുഷ്യന് സാധിച്ചു. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുത്തോട്ട് തല ചായ്ച്ച് തല തിരിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, അവസാന നിമിഷത്തിൽ ആ മനുഷ്യൻ സ്വർഗരാജ്യം നേടിയെടുത്തില്ലേ? ലാസ്റ്റ് ചാൻസ് ഉപയോഗിച്ച വ്യക്തിയാണ് നല്ല കള്ളൻ എന്നറിയപ്പെടുന്ന വ്യക്തി. എന്തേ ഇങ്ങനെ പറയുന്നെന്നോ? ശതാധിപൻ കർത്താവിനോട് പറഞ്ഞു, അങ്ങ് വീട്ടിലോട്ട് വരണ്ട, ഒരു വാക്ക് അരുളി ചെയ്താൽ മതി, എൻ്റെ ഭൃത്യം സുഖം പ്രാപിക്കുമെന്ന്. അത്ര വിശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ ഇതാ ഈ നല്ല കള്ളൻ എന്നെ ഒന്ന് ഓർത്താൽ മതി, ഞാൻ സ്വർഗത്തിലെത്തുമെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആരുടെ വിശ്വാസമാണ് വലുത്? ഈ നല്ല കള്ളൻ്റെ വിശ്വാസമാണോ ശതാധിപൻ്റെ വിശ്വാസമാണോ? ശതാധിപൻ്റെ വിശ്വാസമല്ല, നല്ല കള്ളൻ്റെ വിശ്വാസമാണ് കൂടുതൽ നല്ലതും വലുതും. കാരണം ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പമല്ലേ ഒന്ന് ഓർത്താൽ മതി, ജസ്റ്റ് ഒന്ന് ഓർക്കാനായിട്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നല്ല കള്ളൻ്റെ വിശ്വാസത്തിൻ്റെ അത്രയും വിശ്വാസമെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷ പ്രാപിക്കും. ഇതാണ് കുരിശിലെ രണ്ടാമത്തെ മനുഷ്യൻ. ഇനി മൂന്നാമത്തെ മനുഷ്യൻ, അത് കർത്താവ് യേശു മിശിഹാ. യേശു എന്ന ആ മനുഷ്യൻ പാപികൾക്ക് വേണ്ടി മരിച്ചു. ഒന്നാമത്തവൻ പാപത്തിൽ മരിച്ചു, രണ്ടാമത്തവൻ പാപത്തിന് മരിച്ചു, മൂന്നാമത്തവൻ പാപികൾക്ക് വേണ്ടി മരിച്ചു. എന്തേ പാപികൾക്ക് വേണ്ടി? പിതാവായ ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന കർത്താവ് യേശു മിശിഹാ എന്ന പുത്രനായ ഈശോ തീരുമാനിച്ചു, ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ പോരാ, ഈ ലോകത്തിൽ എല്ലാ തരത്തിലും വേദനിക്കുന്ന, പാപത്തിൽ മുങ്ങിമുഴുകി ജീവിക്കുന്ന ആളുകളെ, തൻ്റെ മക്കളെ രക്ഷിക്കണമെന്ന്. അതുകൊണ്ട് പിതാവായ ദൈവവുമായുള്ള സമാനത വേണ്ടെന്ന് വെച്ചിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളെപ്പോലെ ആയിത്തീർന്ന് പാപങ്ങളൊക്കെ ഏറ്റെടുത്ത് ഇതാ നമുക്ക് വേണ്ടി മരിക്കുന്നു. ഇതാണ് പാപികൾക്ക് വേണ്ടി മരിക്കുന്ന മൂന്നാമത്തെ മനുഷ്യൻ. എബോള എന്ന മാരകമായ പകർച്ചവ്യാധി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചപ്പോൾ തൊട്ടടുത്ത് വേണ്ട പരിസരത്തൂടെ പോയാൽ മനുഷ്യർ മരിക്കും. അത്രയേറെ തീവ്രതയുള്ള പകർച്ചവ്യാധിയായിരുന്നല്ലോ എബോള. 2004 പ്രിയപ്പെട്ടവരെ, അന്ന് അമേരിക്കയിലെ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ മാർട്ടിൻ സാലിയ. അദ്ദേഹം ആഫ്രോ അമേരിക്കൻ വംശത്തിൽപ്പെട്ട ഡോക്ടറാണ്. 2 മക്കൾ, ഭാര്യയോടൊപ്പം എല്ലാ തരത്തിലുള്ള അമേരിക്കയുടേതായ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്. പ്രത്യേകിച്ചും ഡോക്ടർ എന്ന് പറഞ്ഞാൽ അറിയാം, അത്രയേറെ ഭൗതികമായ സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യൻ. അദ്ദേഹം ഈ എബോള പടർന്നു പിടിച്ച് ആഫ്രിക്കയിലെ ജനങ്ങൾ ഇങ്ങനെ ഈയാംപാറ്റകളെ പോലെ ചത്തൊടുങ്ങുന്നു എന്ന് കേട്ടിട്ട് അമേരിക്കയിൽ അദ്ദേഹത്തിന് ഈ എല്ലാ സൗഭാഗ്യവും അനുഭവിച്ച് ജീവിക്കാനായിട്ട് തോന്നിയില്ല. ഒരു ദിവസം ഭാര്യയോടും മക്കളോടും മാത്രം പറഞ്ഞിട്ട്, വെറും 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഈ മനുഷ്യന്, അദ്ദേഹം നേരെ പോയി ഫ്ലൈറ്റ് കയറി ആഫ്രിക്കയിലെത്തി എബോള രോഗികളെ ശുശ്രൂഷിച്ചു.
വൈകാതെ ഈ പകർച്ചവ്യാധി ഡോക്ടർ മാർട്ടിനെയും പിടികൂടി. അദ്ദേഹവും ഈ പകർച്ചവ്യാധിക്ക് അടിപ്പെട്ട് മരിച്ചു. എന്തിനാ മരിച്ചത്? തൻ്റെ സഹോദരങ്ങളല്ല, തൻ്റെ രക്തത്തിൽപ്പെട്ടവരല്ല, ആഫ്രോ അമേരിക്കൻ വംശത്തിൽപ്പെട്ട ഈ ഡോക്ടർ അങ്ങകലെ വേറൊരു ഭൂഖണ്ഡത്തിലുള്ള മനുഷ്യരിങ്ങനെ മരിച്ചു വീഴുന്നതെന്ന് കേട്ടപ്പോൾ, അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അമേരിക്കയിൽ ഇരിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ചെന്നു, അവരെ ശുശ്രൂഷിച്ചു, പരിചരിച്ചു, അദ്ദേഹവും മരിച്ചു. കർത്താവ് യേശു മിശിഹ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നത്, അത് യേശുവിന് അവിടെ ഇരിക്കപ്രതിയില്ലാതായി നമ്മളിങ്ങനെ പാപത്തിൽപ്പെട്ട് മരിക്കുന്നത് കണ്ടപ്പോൾ എങ്ങനെയും എന്നെയും നമ്മളെയൊക്കെ രക്ഷിക്കണം, അതിനു വേണ്ടിയിട്ട് ഈശോ ഇതാ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനായി തീർന്നു. പാപങ്ങളൊക്കെ ഏറ്റെടുത്ത് മരിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പാപത്തിനല്ല പാപികൾക്ക് വേണ്ടി മരിച്ച വ്യക്തിയാണ് ലോകരക്ഷകനായ കർത്താവ് യേശു മിശിഹ. ഇന്ന് ഈ ആരാധനാ സമയത്ത് കർത്താവിനോട് നമുക്കും പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവേ, എല്ലാ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. നമുക്ക് 2 കരങ്ങളൊന്ന് തുറന്നു പിടിക്കാം. 2 കരങ്ങളും തുറന്നു പിടിച്ച് ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ ഒന്ന് ഓർത്താൽ മതി, ഒരു വാക്ക് അരുളി ചെയ്യുക പോലും വേണ്ട, വെറുതെ എന്നെ ഒന്ന് ഓർത്താൽ മതി, ഞാൻ രക്ഷ പ്രാപിക്കും. 2 കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. 2 കൈകളും ഉയർത്തി കർത്താവിനെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി അതിശക്തമായ വിധത്തിൽ ഈ നിമിഷം വന്നു നിറയും. വിളിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. ക്ഷമിക്കണമേ കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ എന്ന് 2 കരങ്ങളും ഉയർത്തി ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി അഭിഷേകം വന്നു നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, ക്ഷമിക്കണമേ കർത്താവേ, ക്ഷമിക്കണമേ യേശുവേ. വിളിച്ച് പ്രാർത്ഥിക്കാം നമുക്ക്. യേശുവേ എല്ലാവരും ചേർന്ന് ക്ഷമിക്കണമേ നാഥാ, ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ. ഒരിക്കൽ കൂടി ഉറക്കെ ഒരുമിച്ച് ആലപിക്കാം. ക്ഷമിക്കണമേ നാഥാ, ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ. നമുക്ക് 2 കൈകളും ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കർത്താവേ, ദാവീദ് താൻ ചെയ്തത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചാക്കുടുത്ത് ചാരം പൂശി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, എന്നോട് ക്ഷമിക്കണമേ എന്ന്. ഞങ്ങളിതാ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒത്തിരിയേറെ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, ഒത്തിരിയേറെ പാപത്തിൽ വീണു പോയിട്ടുണ്ട്. ഈ ആരാധനാ സമയത്ത് എൻ്റെ പൊന്നു തമ്പുരാനെ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ പാപത്തിൽ വീണുപോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ കുരിശിനടുത്ത് വലതുവശത്ത് കിടന്ന കള്ളൻ അങ്ങ് സ്വർഗരാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞതുപോലെ പാപികളായ ഞങ്ങളെ കൂടി ഈ ആരാധന സമയത്ത് ഒന്ന് ഓർക്കണം കർത്താവേ. എന്നിട്ട് പാപങ്ങളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. 2 കൈകളും നമുക്ക് ഉയർത്താം മക്കളെ. 2 കരങ്ങളും ഉയർത്തുക. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ട് യേശുവേ എന്ന് വിളിച്ചുകൊള്ളുക, യേശുവേ എന്ന് വിളിച്ചുകൊള്ളുക. സ്വരം ഉയർത്തി വിളിക്കണം, സർവശക്തിയോടെ വിളിക്കണം. കർത്താവ് നമ്മളോട് ക്ഷമിക്കും, കർത്താവ് നമ്മളോട് പൊറുക്കും. എല്ലാ പാപങ്ങളും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയും. വിളിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് വിളിച്ച് പ്രാർത്ഥിച്ച് അപേക്ഷിക്കാം. യേശുവേ ക്ഷമിക്കണമേ നാഥാ, ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ. എല്ലാവരും ചേർന്ന് ക്ഷമിക്കണമേ നാഥാ, ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഈശോ ഇപ്രകാരം അരുളി ചെയ്തു, ഇന്ന്
നീ എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. എൻ്റെ കർത്താവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നു. ഈശോയെ, വേദനിക്കുന്ന സമയങ്ങളിൽ, വിഷമിക്കുന്ന സമയങ്ങളിൽ അങ്ങയെ തിരിച്ചറിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പാപത്തിൻ്റെ ചെളിക്കുണ്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ, അങ്ങയുടെ സ്വരം ഒന്ന് ശ്രവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഹേറോദേസ് അങ്ങയെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചില്ല. കർത്താവെ, ആ പടയാളി അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് സൗഖ്യം നൽകിയിട്ട് പോലും കർത്താവെ അങ്ങയെ സ്വീകരിച്ചില്ല. ഈ ആരാധനാ സമയത്ത് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് അങ്ങയൊന്ന് തിരിച്ചറിയാൻ, അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണെന്നും ഞങ്ങളുടെ നാഥനാണെന്നും ഞങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ തരത്തിലും വേദന സഹിച്ച് മരിച്ചതെന്നുള്ള തിരിച്ചറിയുവാൻ കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ. മക്കളെ, നമുക്ക് 2 കൈകളും ഉയർത്താം. എന്നിട്ട് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മളോട് ക്ഷമിക്കുന്ന കർത്താവ്, നമ്മളോട് പൊറുക്കുന്ന കർത്താവ്, നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുന്ന കർത്താവ്, ആ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അരുളി ചെയ്തില്ലേ, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ അന്വേഷിച്ചാണ്. പൗലോസ്ലീഹായെ പോലെ നമുക്ക് ഏറ്റുപറയാം, കർത്താവേ, പാപികളിൽ ഒന്നാമൻ ഞാനാണ് എന്ന്. 2 കൈകളും ഉയർത്തിപ്പിടിച്ച് ഉറക്കെ യേശുവേ എന്ന് വിളിക്കാം. നമുക്ക് സ്വരമുയർത്തി വിളിക്കാം. സർവശക്തിയോടെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ, വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നമ്മളോട് ക്ഷമിക്കും, കർത്താവ് നമ്മളോട് പൊറുക്കും. വിളിച്ചപേക്ഷിക്കാം നമുക്ക്. യേശുവേ, എല്ലാവരും ചേർന്ന് ക്ഷമിക്കണമേ നാഥാ, ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ. കരങ്ങൾ കൂപ്പാം. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, നിന്റെ പാപങ്ങൾ എത്ര കടും ചെമപ്പാണെങ്കിലും അവയെല്ലാം ഞാൻ തൂമഞ്ഞു പോലെ വെണ്മയുള്ളതാക്കി തീർക്കും. നിന്റെ പാപങ്ങൾ എത്ര കടും ചെമപ്പാണെങ്കിലും അവയെല്ലാം ഞാൻ തൂമഞ്ഞു പോലെ വെണ്മയുള്ളതാക്കി തീർക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ ഏതൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും വിശ്വസിച്ചു കൊള്ളുക, വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. ഇന്ന് കർത്താവ് നമ്മളോട് ക്ഷമിക്കും, ഈശോ നമ്മളോട് പൊറുക്കും. കർത്താവ് നമ്മളോട് ക്ഷമിക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനായി തീർന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത്. ആ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന നിമിഷത്തിൽ തന്നെ സകല പാപങ്ങളും കർത്താവ് നമ്മളോട് ക്ഷമിക്കും. കർത്താവിൻ്റെ പക്കലേക്ക് 2 കൈകളും ഉയർത്തുക, 2 കരങ്ങളും ഉയർത്താം. എന്നിട്ട് കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സകല പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ, മോചനം പ്രാപിക്കാൻ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം മക്കളെ. എന്തുമാത്രം ആഗ്രഹമുണ്ടോ അത്രയേറെ ആഗ്രഹത്തോടെ, എത്രമാത്രം ആഗ്രഹിക്കുന്നോ അത്ര ആഗ്രഹത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുക, വിളിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് മക്കളും മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും ഒരുമിച്ച് കർത്താവിനെ വിളിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ഒന്ന് ചേർന്ന് ആലപിച്ചുകൊണ്ട് ക്ഷമിക്കണമേ നാഥാ, ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ. മുട്ടുകൾ കുത്തിക്കൊണ്ട് എന്നോട് പൊറുക്കണമേ, കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് എന്നോട് പൊറുക്കണമേ. 2 കരങ്ങളും തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, ഈശോ നമ്മളെ ആശീർവദിക്കും, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും, മക്കളെ അനുഗ്രഹിക്കും, മാതാപിതാക്കളെ അനുഗ്രഹിക്കും. 2 കരങ്ങളും തുറന്നു പിടിച്ച് അല്പം കൂടി സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. നമുക്ക് കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങൾ
ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കർത്താവ് നിന്റെ കൃപ വർഷിക്കണമേ. കർത്താവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് ദൈവത്തോട് ക്ഷമിക്കുക. ദൈവത്തിന്റെ വലിയ കൃപ ഈ നിമിഷം ഞങ്ങളിലേക്ക് ചൊരിയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ദൈവത്തിന്റെ വലിയ കൃപ ഈ നിമിഷം ഞങ്ങളിലേക്ക് ഒഴുകട്ടെ കർത്താവേ. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.